പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നമുക്ക് മലയാളം ഫോണ്ടുകൾ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം പലരും കമൻറ്റിലൊക്കെ ആയിട്ട് അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ മലയാളം ഫോണ്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി ഭൂരിഭാഗം മലയാളം ഫോണ്ടുകളും ലഭിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ ahrazdesign.com എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെയുള്ള ഈ മുകളിലുള്ള ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ്സ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോൺസ് ഫയൽസ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ധാരാളം ഫോണ്ടുകൾ കാണാൻ സാധിക്കും. ML മലയാളം ഫോണ്ട് പാക്ക്, അതുപോലെ തന്നെ മലയാളം യൂണിക്കോഡ് ഫോണ്ട് പാക്ക്, അനഗ് മലയാളം, KO മലയാളം, മഞ്ചാരി മലയാളം, ലക്ഷറി സ്റ്റൈൽ ഫോൺസ്, MLKV മലയാളം ഫോണ്ട് പാക്ക്, മോൺസറേറ്റ് ഫോൺസ്, FML മലയാളം ഫോണ്ട്, MLTT മലയാളം ഫോണ്ട്, മലയാളം ടൈറ്റിൽ ഫോണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള മലയാളം ഫോണ്ടുകളും അതല്ലാതെ മലയാളമല്ലാത്ത ഇംഗ്ലീഷ് ഫോണ്ടുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ MLU ഫോണ്ട്, അതുപോലെ തന്നെ മലയാളം യൂണിക്കോഡ് ഫോണ്ട്, അനഗ് മലയാളം, മഞ്ചാരി മലയാളം, ഈ മലയാളം ഫോണ്ട് പാക്കുകളൊക്കെ നിങ്ങൾക്ക് കോഡ് ഉപയോഗിക്കാതെ നേരിട്ടിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണ്ടുകളാണ്. മറ്റുള്ള മലയാളം ഫോണ്ടുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് കോഡാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് പിക്സൽ ലാബിലൊക്കെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കോഡായി കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം MLU അതുപോലെ തന്നെ മലയാളം യൂണിക്കോഡ് ഫോണ്ട്, അനഗ്, മഞ്ചാരി പോലത്തെ ഫോണ്ടുകളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണ്ടുകളാണ്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ MLU മലയാളം ഫോണ്ട് പാക്കാണ് സെലക്ട് ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ടു ഡൗൺലോഡ് MLU മലയാളം ഫോണ്ട് എന്ന് കാണാം, ഫോൺസ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരിട്ട് ഡൗൺലോഡ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാലറിയിലേക്ക് വരുന്നതാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതിലേക്കാണോ അതിനെ ഇമ്പോർട്ട് ഏത് ആപ്പിലേക്കാണോ അതിനെ ഇമ്പോർട്ട് ചെയ്യേണ്ടത് അവിടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കമ്പ്യൂട്ടറിലാണ് ഫോണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം Ctrl+A ക്ലിക്ക് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കമ്പ്യൂട്ടറിലെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏത് സോഫ്റ്റ്വെയറിലാണെങ്കിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ എല്ലാ സോഫ്റ്റ്വെയറുകളിലും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.